ഉടമ്പടി എവിടെ ആദ്യം ഉടമ്പടി ദൈവം വെച്ചത് ആരുമായിട്ടാണ് ആദ്യം ഉടമ്പടി ദൈവം വെച്ചത്? എബ്രാഹവുമായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒറ്റ ഉടമ്പടിയെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം നിങ്ങൾ വായിക്കണം. ഉടമ്പടിയുടെ അന്തസ്സത്ത് അറിയാണ്ട ആൾക്കാർ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം വായിക്കണം, 16-ാം അധ്യായം വായിക്കണം, 17-ാം അധ്യായം വായിക്കണം. എബ്രാഹവുമായിട്ടാണ് ദൈവം ഉടമ്പടി ചെയ്യണത്. ആദ്യം ഈ ഭൂമിയെ മുഴുവനും അനുഗ്രഹിക്കാൻ അത് എബ്രാഹത്തോട് പറയുകയും ചെയ്യുന്നുണ്ട്, നീ ഞാനുമായിട്ട് ഉടമ്പടി ചെയ്ത നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമിക്ക് മുഴുവനും എബ്രാഹാം ദൈവം ആദ്യം ഉടമ്പടി ചെയ്ത വ്യക്തി ഒരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ ദൈവം നമ്മൾ ഉടമ്പടി കേൾക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ആദ്യം എബ്രാഹവുമായി ചെയ്ത ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളാണ്. ഇപ്പം മോസസിൻ്റെ കാലത്താണ് നിയമാവർത്തന പുസ്തകം എഴുതപ്പെട്ടത്. നിയമാവർത്തന പുസ്തകത്തിലെ 28-ാം അധ്യായം 1, 2, 3, 4 വചനങ്ങൾ, 9-ാം വചനം, 17-ാം വചനം എല്ലാം എടുക്കുമ്പോൾ എന്താ പറയണത്? നിനക്കിനി നീ ഞാനുമായിട്ട് ഉടമ്പടി ചെയ്തവനാണ്, നിനക്കിനി കടം മേടിക്കേണ്ടി വരത്തില്ല, നീ കടം കൊടുക്കുന്നവനാകുമെന്ന്. സാമ്പത്തിക മേഖല അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞതാ. ഇനി നിങ്ങൾ വായിക്കേണ്ടത് നിയമാവർത്തന ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞ പിന്നെ വായിക്കേണ്ടത് ഉടമ്പടിയുടെ ഭൗതിക അനുഗ്രഹങ്ങളെല്ലാം ഉള്ളത് നിയമാവർത്തന പുസ്തകത്തിലാണ്. മോസസുമായിട്ട് വേറെ ഉടമ്പടി ചെയ്ത അല്ലത്. ദൈവം എബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി മോസസിൻ്റെ കാലത്ത് വാഗ്ദാനങ്ങൾ ദൈവം പാലിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ്. ഇപ്പോൾ മോസസിലൂടെ വരുന്ന ഉടമ്പടി ആയാലും ശരി, അത് എബ്രാഹവുമായി ചെയ്തതാണ്. ആ ഉടമ്പടി ഇങ്ങനെ കാലങ്ങളോടെ വന്നപ്പോൾ, ഈശോൻ്റെ കാലം വന്നപ്പോൾ ഈശോ പറഞ്ഞ് ഉടമ്പടി നിലനിൽക്കുകയാണെന്ന് പറഞ്ഞ്. ഇപ്പം എൻ്റെ കാലം വന്നപ്പോൾ ഞാൻ പുതിയ ഉടമ്പടി ചെയ്യുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് പുതിയത് ചെയ്യുമ്പോൾ പഴയത് റദ്ദാകുന്നില്ല എന്ന് പറഞ്ഞു. ഗലാത്യർ 3:15 കർത്താവ് പുതിയ ഉടമ്പടി ചെയ്തപ്പോൾ എബ്രാഹത്തിനോട് ചെയ്ത പഴയ ഉടമ്പടി റദ്ദായിട്ടില്ലെന്ന്. അതിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങൾ അതുപോലെ തുടരുന്നു. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ഉടമ്പടി സമർപ്പിത നിയോഗങ്ങളെയും എല്ലാം ഏറ്റെടുക്കണമേ. സകല വിശുദ്ധരെ, ബലാഹമാരെ, പരിശുദ്ധ ദേവതാവേ, നമ്മുടെ മക്കൾക്ക് വേണ്ടി മാതൃത്വം വഹിക്കണമേ. ഓ ദിവ്യേശോയെ, നമ്മുടെ എല്ലാ നിയോഗങ്ങള്, രോഗദുരിതങ്ങള്, കടഭാരങ്ങള്, വിവിധ വ്യഗ്രതകള്, ഭവനമില്ലാത്തവര്, സന്താനമില്ലാത്തവര്, കുടുംബം സങ്കടപ്പെട്ട് കഴിയുന്നവര്, മക്കളെ കുറിച്ചുള്ള ആകുലതകള്, മക്കൾക്ക് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, PSC ടെസ്റ്റ് എഴുതി വിജയം ആഗ്രഹിക്കുന്നവര്, ഉടമ്പടിയിൽ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും, മാരക രോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ ഓർത്തോർത്ത് സമർപ്പിക്കുന്നു.
അപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മൾ സമ്പൂർണ്ണ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ? ദൈവം ആദിയിൽ എബ്രഹാത്തോട് ചെയ്ത വാഗ്ദാനം തന്നെയാണ് അവസാനം വരെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എബ്രഹാത്തിൻ്റെ സന്തതികളായിരിക്കുകയാണ്. ശരിക്കും എബ്രഹാത്തിനും അവൻ്റെ സന്തതിക്ക് വന്ന് പൗലോസപ്പോസ്തലൻ്റെ വചനങ്ങളുണ്ട്. ഇതിൽ പൗലോസപ്പോസ്തലൻ പറയും, സന്തതി കേൾക്കുമെന്നല്ല പറഞ്ഞത്, സന്തതിക്കുമെന്നാണ് പറഞ്ഞത്. അത് ഈശോനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അപ്പം കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവ സാന്നിധ്യം പോലും എബ്രഹാത്തിൻ്റെ ഉടമ്പടിയിലെ ഭാഗമായിട്ട് വരുന്നതാണ്. കാര്യം എബ്രഹാത്തിനും നിൻ്റെ സന്തതിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് സന്തതികളെന്നല്ല പറഞ്ഞിരിക്കുന്നത്, സന്തതിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. സന്തതികളെന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ടർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും നാം മനസ്സിലാക്കേണ്ടത്, ഒരു ഉടമ്പടിയാണ് ദൈവം ചെയ്തത്. ആ ഉടമ്പടിയിൽ പങ്കാളിത്തം നമ്മൾ പരിശുദ്ധ അമ്മ വഴി കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം എബ്രഹാത്തോട് ചെയ്ത വാഗ്ദാനങ്ങളിൽ നമുക്ക് പങ്കാളിത്തം ലഭിക്കുക. എബ്രഹാത്തോട് കുറേ വാഗ്ദാനം, എബ്രഹാത്തോട് ചെയ്ത വാഗ്ദാനം തന്നെയാണ് മോസസിൻ്റെ കാലത്ത് നിയമാവർത്തന പുസ്തകം എഴുതിയിരിക്കുന്നത്. നിൻ്റെ മാവ് കുഴക്കുന്ന കലവും അപ്പക്കുട്ടയും സമർത്ഥമായി ദൈവം അനുഗ്രഹിക്കുമെന്ന്. ഭൗതിക സാഹചര്യങ്ങളുടെ മേൽ അനുഗ്രഹം ഉണ്ടാകുന്ന അർത്ഥം. അരിമുട്ടി പോകത്തില്ലെന്ന്. ഉടമ്പടി ചെയ്താൽ അരിമുട്ടി പോകത്തില്ലെന്നാണ് പറയണത്. അതാണ് ജോലി എന്തുമാത്രം ജോലിയാണ്, തൊട്ട ജോലിയല്ലേ. ഉടമ്പടി വെച്ചാൽ അതുമായിട്ട് റിമോട്ടായിട്ടുള്ള ബന്ധമുള്ളവർക്ക് പോലും ജോലിയാണ്. പ്രൊഫഷണൽ ഡിഗ്രിക്കാരെല്ലാവരും അമ്മ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പഠിത്തക്കാരെയും ജോലിയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയവും അതെല്ലാം നിയമാവർത്തനത്തിൻ്റെ നമ്മൾ വായിക്കുന്ന മാവ് കുഴക്കുന്ന കലവും അപ്പക്കുട്ടയും അനുഗ്രഹിക്കുമെന്ന്. കലത്തിൽ മാവ് വറ്റിപ്പോകത്തില്ലെന്ന്, തീർന്നു പോകത്തില്ലെന്ന്. ആഹാരത്തിൻ്റെ മേലുള്ള അടിസ്ഥാന ആവശ്യങ്ങളുടെ മേലുള്ള സമർത്ഥമായ അനുഗ്രഹമാണ്. ശ്രുതികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എപ്പോഴും വരുന്നത് ഉടമ്പടി ഒരു പ്രത്യാശയുടെ പ്രാർത്ഥനയാണ്. നമ്മൾ ബൈബിളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ വാക്കുകളൊന്നാണ് പ്രത്യാശ. അപ്പോൾ പൗലോസപ്പോസ്തലൻ പറയും, പ്രത്യാശ എങ്ങനെ വന്നതാണ്? ആരാണ് പ്രത്യാശ ഇല്ലാത്തവരെന്ന് പറയും? ഇപ്പം ഡോക്ടർമാർ പറയും, ഒരു തിരുവനന്തപുരത്തെ സാക്ഷ്യം കേട്ടില്ലേ, ആ കൊച്ചിന് ശ്വാസം കിട്ടാതെ എങ്ങി വലിച്ചുകൊണ്ടിരിക്കുകയാണ്, ലാസ്റ്റ് ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മുമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ സാക്ഷ്യം പറയാൻ സഹായിക്കണേ. മണിക്കൂറുകൾക്കുള്ളിൽ ഹോസ്പിറ്റലിൽ നിന്ന് അവരെ വിളിക്കുന്നു, കുഞ്ഞ് സുഖമായി വാർഡിലേക്ക് മാറ്റിയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്രയും അനുഗ്രഹ സ്പീഡാണ് ശരിക്കും ഈ വാഗ്ദാനങ്ങളൊക്കെ. ഇതാണ് പ്രത്യാശ. ഡോക്ടർ പറയുന്നു ഇനി നിവർത്തിയില്ല, അറിയിക്കേണ്ടവരെ അറിയിക്കാമെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ പ്രത്യാശ പോയെന്നല്ലേ? പ്രത്യാശ പോയി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞാലും ജപ്തി നടപടി നടത്തുമെന്ന് കളക്ടർ പറഞ്ഞാലും നമ്മുടെ പ്രത്യാശ നമ്മൾ കളയത്തില്ല. എന്താ കാര്യം? ഡോക്ടറിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് സംവിധാനങ്ങളിലോ കോടതിയിലോ പോലും അല്ല നമ്മൾ പ്രത്യാശ വെച്ചിരിക്കണത്. ഉടമ്പടിയുടെ പ്രത്യാശ ഭൗതികമായ ആൾക്കാരിലല്ല. എവിടെയാണ് പ്രത്യാശ വെച്ചതെന്ന് പൗലോസ് പറയും. എവിടെയാണ് പ്രത്യാശ വെച്ചത്?
ആർക്കാണ് പ്രത്യാശ നഷ്ടപ്പെടുന്നതെന്ന് പൗലോസ് പറയും. ആർക്കാ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളിൽ അജ്ഞതയുള്ളവർക്കാണ് പ്രത്യാശ നഷ്ടപ്പെടുന്നതെന്ന്. ഭയങ്കര വാക്കാ. ഒന്ന് പറഞ്ഞ്, ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളെ അറിയാത്തവർക്കാണ് പ്രത്യാശ നഷ്ടപ്പെടുന്നത്. എഫേസ്യ ലേഖനമാണ് 2:12, മഹാവചനമാണ്. എഫേസ്യ പൗലോസ് അപ്പോസ്തലൻ്റെ ഈ കാലങ്ങളിലെ, ഉടമ്പടി കാലങ്ങളിലെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ തന്നെയും പിന്നെയും വന്നും പോയൊക്കെ വായിച്ചുകൊണ്ട് കൊതിയോടെ ഇരിക്കണം. കർത്താവിൻ്റെ വചനം കൊതിയോടെ വായിച്ചുകൊണ്ടിരിക്കണം. കാര്യം വാഗ്ദാനങ്ങളെല്ലാം ഉള്ള എവിടെയാ? എല്ലാം രേഖപ്പെടുത്തിയെങ്കിൽ എവിടെയാ? വചനത്തിലാണ്. അപ്പം അച്ഛൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ആ വചനങ്ങൾ ഞങ്ങളെടുത്ത് പ്രത്യേകം നിങ്ങൾക്ക് സമയക്കുറവുള്ള കാരണം 5 മിനിറ്റ് 10 മിനിറ്റ് വചനങ്ങൾ ഈ ലൈവ് വചനം തന്നെ കഷ്ണിച്ച് ഞങ്ങൾ ഇടുന്നുണ്ട്. അത് ഫേസ്ബുക്കിൽ നിങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് 5 മിനിറ്റ് എടുക്കത്തുള്ളൂ. 5 മിനിറ്റിനുള്ളിൽ 5 വചനം കേൾക്കാം, ഒരു സബ്ജക്റ്റും ഡീൽ ചെയ്തു പോകും. അത് ഉടമ്പടിക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇടുന്നത്. അപ്പോൾ ആ വചനം ഒന്ന് കേട്ട് കഴിയുമ്പോൾ ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എന്നാ പറയണത്? ആർക്കെങ്കിലും പ്രത്യാശ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് കാരണം ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളിൽ അവർക്ക് വാഗ്ദാനങ്ങളെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ്. അതാണ് എഫേസ്യസ് 2:12. ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളെക്കുറിച്ച് അറിയാത്തവർക്കാണ് പ്രത്യാശ നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഉടമ്പടി വാഗ്ദാനങ്ങൾ എന്താണെന്ന് അറിയണം നിങ്ങൾ. ഉടമ്പടി വാഗ്ദാനം അറിയാൻ വേണ്ടിയാണ് ഞാൻ ഉൽപ്പത്തി വായിക്കാൻ പറഞ്ഞത്. 15-ാം അധ്യായം വായിക്കും, 16 അധ്യായം, 17-ാം അധ്യായം വായിക്കും. ഉടമ്പടി വാഗ്ദാനങ്ങളാണ് നിയമാവർത്തന പുസ്തകമുള്ളത്. 28 മുതൽ 28-ാം അധ്യായം 1 മുതൽ അങ്ങ് 22 വരെയുള്ള വചനങ്ങൾ ഉടമ്പടി വാഗ്ദാനങ്ങളാണ്. ഈ ഉടമ്പടി വാഗ്ദാനങ്ങളാണ് പുതിയ കാലം വന്നപ്പോൾ പെട്ടെന്ന് സ്പീഡായി. അതെങ്ങനെയാണ്? പരിശുദ്ധ അമ്മയ്ക്ക് വാഗ്ദാനങ്ങളുടെ മേൽ അവകാശം കൊടുത്ത്. കാര്യം ഈ വാഗ്ദാനങ്ങൾ എല്ലാം എന്തിനുള്ളതാണ്? നിറവേറാനുള്ളതാണ്. വാഗ്ദാനത്തിൽ ദൈവം തന്ന വാഗ്ദാനമല്ലേ. അപ്പോൾ ദൈവം തന്ന വാഗ്ദാനം എന്തിനുള്ളതാണ്? ദൈവം അത് നിറവേറ്റും. അപ്പോൾ ദൈവം നിറവേറ്റുമ്പോൾ പുതിയ കാലം വന്നപ്പോൾ, പുതിയ നിയമം വന്ന് ഈശോ പരിഹാരം ചെയ്ത് കൃപയുടെ കാലം വന്നപ്പോൾ വാഗ്ദാനത്തിൻ്റെ സൂക്ഷിപ്പുകാരി ആരായി? അമ്മയായി മാറി. അപ്പോൾ പുതിയ കാലം, ഇപ്പോൾ നിയമാവർത്തനത്തിൻ്റെ 28-ൻ്റെ 1-ാം അധ്യായം മുതൽ 22-ാം അധ്യായം 23-ാം വാക്യം വരെയുള്ള ഭൗതിക വാഗ്ദാനങ്ങൾ ഉടമ്പടി വാഗ്ദാനങ്ങളാണ്. അത് പുതിയ നിയമം വന്നപ്പോൾ കാനായിൽ വെള്ളം വീഞ്ഞാക്കുന്ന ഉൾപ്പെടെയുള്ള അപ്പക്കൊട്ടയിൽ മാവ് കുഴക്കുന്ന കലത്തിൽ മാവ് തീർന്നു പോവില്ല എന്ന് പറഞ്ഞതിന് പകരം മാവ് ഇല്ലെങ്കിൽ പോലും, വീഞ്ഞില്ലെങ്കിൽ പോലും വെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിയുമെന്നുള്ള വലിയ പഴയ ഉടമ്പടിയെ പുതുക്കിക്കൊണ്ട് ഭൗതിക സാഹചര്യങ്ങളെ ദൈവം അഭിവൃദ്ധിപ്പെടുത്തിയത് പരിശുദ്ധ അമ്മ വഴിയാണ്. കൈ അടിച്ചു കർത്താണ്. ആദ്യമേ തന്നെ അമ്മ മാതാവിനും തിരുകുമാരനും ഒരുപാട് കോടി നന്ദി പറയുന്നു. എനിക്കിവിടെ സാക്ഷ്യം പറയാൻ ഒരവസരം തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ബെറ്റ്സി, ഇതെൻ്റെ അമ്മ ബീന, എൻ്റെ അനിയത്തി ബെറ്റി. ഞങ്ങൾ വരുന്നത് മുളന്തുരുത്തിയിൽ നിന്നാണ്. ഞങ്ങൾ ഓർത്തഡോക്സ് സഭ വിശ്വാസികളാണ്.
ഞാനിവിടെ ആദ്യം തന്നെ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ന്യൂസിലൻഡിൽ ക്യാപ്പ് എന്ന കോഴ്സ്, നേഴ്സിംഗ് രജിസ്ട്രേഷന് വേണ്ടി ക്യാപ്പ് എന്ന കോഴ്സ് ചെയ്യാൻ അതിനെ തുടർന്ന് എനിക്ക് ജോലി കിട്ടിയതിൻ്റെ സാക്ഷ്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ക്യാപ്പ് കോഴ്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ലാപ്ടോപ്പ്, അവിടെ ക്യാപ്പ് കോഴ്സ് ചെയ്യുന്നതിന് ഏറ്റവും അത്യാവശ്യമായ സാധനമാണ് ലാപ്ടോപ്പ്. അതിൻ്റെ ഇടയിൽ വെച്ച് തന്നെ എൻ്റെ ലാപ്ടോപ്പ് അത് പൊളിഞ്ഞു പോവുകയും എനിക്ക് അതിലൊന്ന് തുറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ വിളിച്ച് ആദ്യമേ അമ്മേനോട് പറഞ്ഞു. ആദ്യമേ വിചാരിച്ചു വീട്ടുകാരോട് പറയണ്ട, വിഷമിക്കും എന്ന്. പിന്നെ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അതുപോലെ വീട്ടിലെല്ലാവരും പ്രാർത്ഥിക്കുകയും ഞാനും പ്രാർത്ഥിക്കുകയും, അതുപോലെ വിശുദ്ധ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കുരിശ് വരച്ചതിനെ തുടർന്ന് എനിക്ക് ലാപ്ടോപ്പിന് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് തുറക്കാൻ പറ്റുകയും എനിക്ക് എൻ്റെ അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയും എൻ്റെ കോഴ്സ് ക്യാപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്തു. അതിനെ തുടർന്ന് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് കുറച്ച് സമയമെടുത്തായിരുന്നു. എനിക്ക് രജിസ്ട്രേഷൻ എന്ത് ചെയ്താൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ അമ്മയും അനീത്തിയും എനിക്ക് വേണ്ടി ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും അതിനെ തുടർന്ന് എനിക്ക് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടുകയും അത് കഴിഞ്ഞ് എനിക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി ഇപ്പോൾ അവിടെ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലായാലും ജോലി കിട്ടുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ ആരെയും തന്നെ എടുക്കുന്നില്ല. അതുപോലെ തന്നെ ഞാനും എല്ലാം അപ്ലൈ ചെയ്യണേക്കാട്ട് മുമ്പ് ഞാൻ ആദ്യം ചെയ്യുന്നത് ഒന്നെങ്കിൽ സാക്ഷ്യം അല്ലെങ്കിൽ അച്ഛൻ്റെ ടോക്ക്, ഏതെങ്കിലും ഒരെണ്ണം ഞാൻ വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ലാപ്ടോപ്പിൽ വിശുദ്ധ തൈലം പുരട്ടുകയും അതുപോലെ തന്നെ ഞാൻ സബ്മിറ്റ് ചെയ്യണേക്കാട്ട് മുമ്പ് എൻ്റെ കാശിരൂപം അതിൽ മുത്തുകയും ചെയ്യും. അങ്ങനെ എനിക്ക് ഒരു ഇൻ്റർവ്യൂ വന്നു. അങ്ങനെ 2 ഇൻ്റർവ്യൂ വന്നായിരുന്നു. അതിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് 2 ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. എനിക്ക് ഈ 2 എണ്ണം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ എനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ മാത്രം എനിക്ക് അറ്റൻഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ട. അങ്ങനെ എനിക്ക് 2 ഇൻ്റർവ്യൂ വന്നതിൽ ഒരു ഇൻ്റർവ്യൂ മാറിപ്പോവുകയും എനിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അതെനിക്ക് കിട്ടുകയും ചെയ്തു. സാധാരണ എല്ലാവർക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒന്നെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. പക്ഷേ അമ്മയുടെ ഒരു ഇടപെടൽ കൊണ്ട്, അതുപോലെ തന്നെ എന്നെ ഒരുപാട് ടെൻഷൻ അടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചായിരിക്കും എൻ്റെ അമ്മ മാതാവ് അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് റിസൾട്ട് വരികയും ഞാൻ അതിൽ പാസ്സാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് വിസ പ്രോസസ്സിന് വേണ്ടി കുറേ ഡിലേ ആയി. അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മയോട് വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് എനിക്കൊരു 4 മാസം ആയിട്ട് എനിക്ക് എന്ത് ചെയ്ത വിസയുടെ പ്രോസസ്സ് ആവുന്നില്ല. അത് കഴിഞ്ഞ് ഞാനും ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച്, നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഫോൺ തുറന്ന് നോക്കുമ്പോൾ എനിക്ക് മെഡിക്കൽ ചെയ്യാനുള്ളത് വരികയും അതുപോലെ തന്നെ എനിക്ക് വിസ 4 ആഴ്ച, കൃത്യം 4 ആഴ്ച അവർ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ഡേറ്റിൽ തന്നെ എനിക്ക് എൻ്റെ വിസ കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് അക്കോമഡേഷൻ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് എവിടെ ഒരു അക്കോമഡേഷൻ കിട്ടില്ല. ആദ്യം പറഞ്ഞത് എന്നെ സ്പോൺസർ ചെയ്യുന്ന അവരെന്നെ എനിക്ക് അക്കോമഡേഷൻ തരാമെന്ന് പറഞ്ഞു. അവർ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്ത് അക്കോമഡേഷൻ കിട്ടുന്നില്ല. ഞാനിവിടെ 2 പ്രാവശ്യം അച്ഛനെ കാണാൻ വന്നു. അച്ഛനെ കാണാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര നിരാശയായി. ഞാൻ തിരിച്ചു പോന്നു. അച്ഛനിവിടെ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനവിടെ വന്നിട്ട് ചോദിച്ചു, എന്നാൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോട്ടെ. ഇനിയിപ്പോൾ ഞാൻ സാക്ഷ്യം പറയാത്തതിൻ്റെ ബുദ്ധിമുട്ട് കണ്ടാണോ എനിക്ക് കിട്ടാത്തതെന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞു. ഇല്ല, ടിക്കറ്റ് ഇല്ലാതെ നിനക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ അവിടെ നിന്ന് മാതാവേ ഈ ജൂണിൽ ഇനി ഒരാഴ്ചയും കൂടിയേ ഉള്ളൂ ഈ മാസം അവസാനിക്കാനായിട്ട്, എനിക്ക് സാക്ഷ്യം പറഞ്ഞേ പറ്റൂ. എനിക്ക് ജൂലൈയിൽ പോകണം. എനിക്ക് ഈ ഒരാഴ്ച കൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം, ഇവിടെ വന്ന് പറയണം. അതിന് മാതാവിനെ എനിക്ക് തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് അവിടെയുള്ളൊരു ഓസ്ട്രേലിയൻ ഗ്രൂപ്പിൽ നിന്ന് ഒരു ചേട്ടൻ എനിക്ക് അക്കോമഡേഷൻ ശരിയാക്കി തരികയും എല്ലാം പെട്ടെന്നായിരുന്നു. നിമിഷ നേരം കൊണ്ട് എനിക്ക് അക്കോമഡേഷൻ എല്ലാം ശരിയാവുകയും അതിനെ തുടർന്ന് ഞാൻ ജൂലൈ 6 വെളുപ്പിന് ഞാൻ ഓസ്ട്രേലിയക്ക് പോവുകയാണ്.
ഇതിനകത്ത് ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഫ്രീ ഫുഡ് കിട്ടുമായിരുന്നു. അതും മാതാവിൻ്റെ ഒരു വലിയ കാരുണ്യം തന്നെയാണ്. അങ്ങനെ എല്ലാവർക്കും ഫ്രീ ഫുഡൊന്നും കിട്ടില്ല, പക്ഷേ എനിക്ക് ഫ്രീ ഫുഡ് കിട്ടുകയും അതുപോലെ തന്നെ ഞാനത് നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ ഫുഡുകളാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ എല്ലാ ഫുഡുകളൊന്നും നമ്മൾ കഴിക്കുകയില്ല. അപ്പോൾ അത് വേസ്റ്റ് ആക്കാതെ അതുപോലെ തന്നെ ഒരു എന്താ പറയുക, നമുക്ക് മാതാവ് തന്ന അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതങ്ങനെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ എന്നും പള്ളിയിൽ പോവുമായിരുന്നു, അവിടെ പള്ളിയിൽ പോവുമായിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് റോസറി അവിടെ ഉണ്ടായിരുന്നു. അവിടെ എപ്പോഴും പ്രയറിന് മുമ്പ് ഇംഗ്ലീഷ് റോസറി ഉണ്ടായിരുന്നു, അതിന് കൂടുകയും അതുപോലെ മാതാവിൻ്റെ നൊവേന ഉണ്ടായിരുന്നു, അതിന് കൂടുകയും അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ചെയ്യായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇംഗ്ലീഷ് പത്രം മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ ഇംഗ്ലീഷുകാർക്ക് തന്നെയാണ് കൊടുത്തത്. മലയാളികൾ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കൊടുത്തില്ല. കാരണം അവരെല്ലാവർക്കും കൃപാസനത്തിൽ വരാനായിട്ട് ഒരവസരം കിട്ടുന്നതാണ്. അവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി, കൃപാസനം എന്ന് പറഞ്ഞ ഒരു പള്ളിയുണ്ട്, അവിടെ അങ്ങനെ പോകണം എന്ന് പറഞ്ഞ് പത്രം കാണിച്ചെല്ലാം മനസ്സിലാക്കി കൊടുത്തു. പക്ഷെ ഞാൻ ഇംഗ്ലീഷുകാർക്കാണ് കൊടുത്തത്. കാരണം അവരിത് അറിയാനായിട്ട്, ഒരു മാതാവിനെ അറിയാനായിട്ട് വേറൊരു വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിന് അവിടെ വെച്ച് ബാങ്കിൽ അക്കൗണ്ട് എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനും അവളോട് ബാങ്കിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് അക്കൗണ്ട് എത്രയും പെട്ടെന്ന് അവിടുത്തെ ശരിയായി കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് പിന്നെ ചെയ്ത് ഫീസ് അടയ്ക്കാനായിട്ട് ചിലവർക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അവിടുത്തെ അക്കൗണ്ട് വെച്ച്. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഫീസ് അടയ്ക്കാനായിട്ട് പൈസ കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവൃത്തിയും. പിന്നെ ഞാൻ ബൈബിൾ വചനം, അതുപോലെ തന്നെ അച്ഛൻ്റെ ടോക്സ്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ സ്റ്റാറ്റസ് ഇടായിരുന്നു, ഷെയർ ചെയ്യായിരുന്നു, ഇതൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ എല്ലാവരോടും പറയാമായിരുന്നു, കൃപാസനത്തിൽ പോകും, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും, കൃപാസനത്തിൽ പോകും, അല്ലെങ്കിൽ പ്രാർത്ഥിക്ക്, മാതാവ് കൈവിടില്ല, നിങ്ങളൊന്ന് ഉടമ്പടി എടുക്കുക, ഉടമ്പടി എടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, എനിക്ക് ഉടമ്പടി എടുത്തപ്പോഴാണ് ശരിയായത്, നിങ്ങൾ എടുക്കുക, അങ്ങനെ പറഞ്ഞ് എല്ലാവരും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. പരിശുദ്ധ ദൈവമാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. പ്രധാനമായിട്ടും പറയാനുള്ളത് മോള് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എൻ്റേതായിട്ട് പറയാനുള്ളത്, ഞാനിവിടെ ഏറ്റവും ആദ്യം വന്ന് ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ കയ്യിലൊരു അരിമ്പാറ ഉണ്ടായിരുന്നു. അത് ഏറ്റവും ആദ്യം മോളാണ് ഉടമ്പടി എടുത്തത്. മോളുടെ തൈലം പുരട്ടിയാണ് എൻ്റെ ആ അരിമ്പാറ 3 ദിവസം കഴിഞ്ഞപ്പോഴേ കറക്റ്റ് 3ാമത്തെ ദിവസം അത് അപ്രത്യക്ഷമായി. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു. ഓരോ ദിവസവും ഞാൻ ചെത്തിക്കളഞ്ഞിട്ട് എന്തെങ്കിലും മരുന്ന് പറ്റും, അത് പിറ്റേ ദിവസം അതിലേറെ വലുതായി വരുമായിരുന്നു. അങ്ങനെ എനിക്കത് 3ാമത്തെ ദിവസം തന്നെ ഞാൻ അറിയാതെ അത് മാഞ്ഞു പോയി. പിന്നീട് പറയാനുള്ളത്, ഞാൻ 4 പ്രാവശ്യം എനിക്ക് ആക്സിഡൻറ്റ് വന്നു. 2 പ്രാവശ്യം റോഡ് ആക്സിഡൻ്റ് ആയിരുന്നു. പക്ഷേ അതിൽ നിന്നും മാതാവ് എന്നെ സംരക്ഷിച്ചു. പിന്നീട് ഞാൻ തെന്നി വീഴുകയായിരുന്നു. അതും വല്ലാത്തൊരു വീഴ്ചയായിരുന്നു. മോൾ ഓടി വന്നിട്ട് പോലും അവർക്ക് പോലും മിണ്ടാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷേ മോളോട് ഞാൻ പറഞ്ഞ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് ഞാൻ തന്നെ ചൊല്ലി ഞാൻ എൻ്റെ തലയിൽ പുരട്ടി. പക്ഷേ എനിക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല. അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്ക് അടിച്ചു എനിക്ക്. ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴായിരുന്നു ഇലക്ട്രിക് ഷോക്ക് അടിച്ചത്. പക്ഷേ എൻ്റെ കൈ എടുത്ത് എറിഞ്ഞതല്ലാണ്ട് ഞാൻ അവിടെ നിന്നൊന്ന് തെന്നി മാറിയെങ്കിൽ പിന്നത്തെ അവസ്ഥ ഭയങ്കരമായിരുന്നു. പക്ഷേ ഇത് മാതാവ് രക്ഷിച്ചതാണെന്ന് എങ്ങനെ പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എല്ലാ ആക്സിഡൻ്റ് വരുമ്പോഴും എനിക്ക് നല്ലോണം മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നു. മാതാവ് എപ്പോഴും എൻ്റെ അടുത്ത് വരുമ്പോഴും മുല്ലപ്പൂവിൻ്റെ നല്ല സുഗന്ധം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. പിന്നീട് ഞങ്ങളുടെ വീട്ടിൽ ഈ ഓലവണ്ടെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഭയങ്കരമായിട്ട് ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു സാക്ഷ്യത്തിൽ ഞാൻ അന്നേരം കേട്ടായിരുന്നു, ഉപ്പ് വെതറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉപദ്രവം ഉണ്ടാകുന്നത്. ഞാൻ പ്രാർത്ഥിച്ച് വീടിൻ്റെ ചുറ്റും ഉപ്പിട്ട് പിന്നീട് ഒരിക്കലും അതിൻ്റെ ഉപദ്രവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് വലിയ കാര്യമാണോ എന്ന് ചോദിക്കും. പക്ഷേ അത് അറിയണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത വീട്ടിൽ ആ വണ്ടിൻ്റെ ഉപദ്രവം അറിയുമ്പോഴാണ് നമ്മളതിൽ നിന്ന് എത്രമാത്രം പ്രൊട്ടക്റ്റഡ് ആണെന്ന് അറിയണത്. അവർ വണ്ട് പോകാനായിട്ട് മരുന്നടിച്ച് കഴിഞ്ഞാൽ അവർ അടിച്ചു കൂട്ടിയ വണ്ട്
2 കൊട്ട വണ്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നുപോലും ഞങ്ങളുടെ വീട്ടിലേക്ക് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു വണ്ട് പോലും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ല. പിന്നെ എപ്പോഴും മക്കൾ യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ഞാൻ അവരുടെ വണ്ടിയിലും അവരെ ഉടമ്പടി തൈലം തേച്ച് മാത്രമാണ് ഞാൻ വിടുന്നത്. കഴിഞ്ഞ 25/6 അവർക്ക് സ്കൂട്ടർ ആക്സിഡൻ്റ് ഉണ്ടായി. സ്കൂട്ടർ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് 2 പേരും വീണു. വണ്ടിക്കോ അവർക്കോ ഒരു പോറൽ പോലും പറ്റാതെ ഞങ്ങളെ സംരക്ഷിച്ചു. അതുപോലെ തന്നെ പത്രവിതരണം ചെയ്യുന്നത്, അത് ജോസഫച്ചൻ എപ്പോഴും പറയാറുണ്ട്, അത് മാതാവിൻ്റെ കൈയാണെന്ന്. അത് ഉറപ്പായിട്ടും മാതാവിൻ്റെ കൈ തന്നെയാണ്. അതെന്നാന്ന് വെച്ചാൽ ന്യൂസിലൻഡിൽ എൻ്റെ മോക്ക് രജിസ്ട്രേഷൻ കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് 3 കെട്ട് പത്രം വാങ്ങിക്കൊണ്ട് പോയി. 3 കെട്ട് പത്രം വാങ്ങിക്കൊണ്ട് പോയിട്ട് ഞാൻ തൃപ്പൂണിത്തുറ സ്റ്റാൻഡിൽ കൂടെ നടന്നാണ് കൊടുത്തത്. കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് പത്രം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മോളുടെ വിളി വന്നു, എനിക്ക് ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടിയെന്ന്. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ വൈകിയപ്പോഴും മോള് വിളിച്ചു പറഞ്ഞു, ഞാനിവിടെ വന്ന് പത്രം വാങ്ങി 3 കെട്ട് പത്രം വാങ്ങി മൂവാറ്റുപുഴയിൽ നിന്ന് തൊട്ട് ഓരോ സ്റ്റോപ്പിലും ഇറങ്ങി കൊടുത്തു. തൃപ്പൂണിത്തുറ വന്നു, തിരുവാങ്കുളത്ത് വന്ന് പേപ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ബാലൻസ് 4 പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പോവാമെന്ന് വെച്ച് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ എൻ്റെ അടുത്ത് നിന്ന കുട്ടിക്ക് ഞാൻ ഇത് കൊടുത്തപ്പോൾ ആ കുട്ടി പറഞ്ഞു, ചേച്ചി ഞാൻ ഉടമ്പടി എടുത്തതാ, എന്നാലും തന്നേരേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബാക്കി ബാഗിലേക്ക് വെച്ചപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി ഇതാ കൊടുക്ക് ചേച്ചി എന്നും പറഞ്ഞ് അവൾ നിർബന്ധിച്ച് ആ 3 പത്രോടെ ഞാൻ കൊടുത്തു കഴിഞ്ഞ് അപ്പോഴും മോളുടെ വിളി വന്നു, എനിക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടിയെന്ന്. അപ്പം ഞാൻ ഒരു മാസം ഇവിടുന്ന് 5 കെട്ട് പത്രമെങ്കിലും ഞാൻ വാങ്ങിക്കൊണ്ട് പോവും. അത് ആദ്യമൊക്കെ പള്ളികളിലായിരുന്നു കൊടുക്കണമായിരുന്നേ. പിന്നെ ഞാൻ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ ട്രെയിൻ യാത്രയിലൊക്കെ കൊടുക്കും. ഒരു തവണ വൈല ഹബ്ബിൽ ഞാൻ പത്രം കൊടുത്തപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു, ചേച്ചി ഇവിടെ പത്രം കൊടുക്കരുത്. എന്നാന്ന് വെച്ചാൽ അവളിവിടെ ഉടമ്പടി എടുത്തേക്കണം, പത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ ഇട്ടിട്ട് പോകും, പിന്നെ അത് അടിച്ചു വാരി കളയണ്ടേ, അത് എനിക്ക് ഭയങ്കര വിഷമമാണ്, അതുകൊണ്ട് ചേച്ചി വൈല ഹബ്ബിൽ കൊടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ വീട് കണ്ണൂരാണ്. കണ്ണൂർക്ക് പോയപ്പോൾ ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പത്രം കൊടുക്കാൻ, അപ്പം ഇവർ പറഞ്ഞത് എൻ്റെ മനസ്സിലിങ്ങനെ ഇരിക്കണോണ്ട് ഞാൻ കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം പെട്ടെന്ന് ഒരു പെൺകുട്ടി ഒരു കൊച്ചിനെയും കൊണ്ട് വന്നിട്ട്, മുഖം ഞാൻ കാണുന്നില്ല, തലക്കട തുണി ഇട്ടിട്ടുണ്ട്, വന്നിട്ട് ഒരു പത്രം, വലിയ ഹൈറ്റുള്ളൊരു മനുഷ്യന് പത്രം കൊടുക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ എനിക്കും കൊടുക്കാമല്ലോ എന്ന് ചോദിച്ചാൽ ബാഗിൽ നിന്ന് ആ പത്രം എടുക്കണ സമയം കൊണ്ട് പിന്നീട് ആ പെൺകുട്ടിയെയോ ആ മനുഷ്യനെയോ ഞാൻ ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നടന്നു നോക്കി, ഞാൻ കണ്ടില്ല. അപ്പോൾ എൻ്റെ പൂർണ്ണമായ വിശ്വാസം, എൻ്റെ മനസ്സിലുള്ള ധൈര്യം തരാൻ വേണ്ടി പിതാവും പുത്രനും മാതാവും വന്നതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഉടമ്പടി തൈലം ഞങ്ങൾ ഉപയോഗിക്കുന്നത്, ഇപ്പം അതിനു മുമ്പ് ഞങ്ങളെപ്പോഴും ഞങ്ങളൊരു മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരായതുകൊണ്ട് എന്ത് വന്നാലും പാരസെറ്റാമോളിൻ്റെ ഒരു ഉപയോഗമായിരുന്നു. പക്ഷേ അത് ദൈവമാതാവിൻ്റെ കരുതൽ കൊണ്ട് അതിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ചു. ഞങ്ങൾ ഉടമ്പടി തൈലവും ഉപ്പും മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മാതാവ് ഞങ്ങളെ പൂർണ്ണമായും പ്രൊട്ടക്റ്റ് ചെയ്ത് ഞങ്ങളെ സംരക്ഷിക്കുന്നു. ദിവസവും രാവിലെ ഞങ്ങൾ 5 മണിയാകുമ്പോൾ എഴുന്നേക്കും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയ ശേഷം അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും. ഈ ഡെയിലി ബ്രെഡിൽ എൻ്റെ സങ്കടം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അച്ഛൻ അതിനുള്ള പരിഹാരമായിരിക്കും ആശീർവദിക്കുന്നത്. എൻ്റെ ഒരു സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ എനിക്കത് പരിഹരിച്ച് തരും. അതാണ് നമ്മുടെ ഡെയിലി ബ്രെഡിൻ്റെ പ്രാധാന്യം. അത് എല്ലാവരും കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഞങ്ങൾ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റാറ്റസ് ഇടാറുണ്ട്. അതുപോലെ തന്നെ ലിവിങ് ഓറക്കിൾസ് എന്ന് പറഞ്ഞ് ഉള്ളത് എല്ലാ ആഴ്ചയിലും ഞാൻ കാണും. അതിൻ്റെ വിശദീകരണം കേൾക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു പ്രത്യേക ഉണർവാണ് നമ്മുടെ ഉടമ്പടി എടുത്തവർക്ക്. പിന്നെ ഉടമ്പടി ജീവിതത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ 3 പേരും ഉടമ്പടിയിലുള്ളവരാണ്. ഹസ്ബൻഡ് മാത്രമേ ഉടമ്പടി എടുക്കാത്തതുള്ളൂ. ഞങ്ങൾ
ഡെയിലി ഞങ്ങൾക്ക് ഓർത്തഡോക്സ് വിശ്വാസികളാണെങ്കിലും ഞങ്ങൾക്ക് ഡെയിലി പ്രാർത്ഥന ഉണ്ടായിരുന്നെങ്കിലും അതിൽ ആഴപ്പെടുവാനും കുടുംബമായിട്ട് ജപമാല ചൊല്ലുവാനും ഡെയിലി പള്ളിയിൽ പോവാനും, അല്ലെങ്കിൽ ശനി ഞായറും മാത്രമേ ഞങ്ങൾ പള്ളിയിൽ പോവാറുള്ളായിരുന്നു. ഇപ്പോൾ ഡെയിലി ഞങ്ങൾ പള്ളി പോവാനായിട്ട് പോവും, ഡെയിലി മാക്സിമം. പിന്നെ ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് കരുണാലയം എന്ന് പറയുന്ന ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ പോയി ഞാൻ അവിടുത്തെ കിടപ്പ് രോഗികളെ കുളിപ്പിച്ച് അവരുടെ റൂം കഴുകി ബാത്റൂമൊക്കെ കഴുകി അവരെ ശുശ്രൂഷിക്കും. അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കും. അതുപോലെ തന്നെ മക്കൾക്ക് പറ്റുന്ന സമയങ്ങളിൽ മക്കളും എന്നെ സഹായിക്കാൻ വരാറുണ്ട്. അവിടെ ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ കൃപാസന ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. അതുവഴി ഭക്ഷണവും വസ്ത്രങ്ങളും അനാഥാലയത്തിലേക്ക് കൊടുക്കാറുണ്ട്. എല്ലാ ആഴ്ചയിൽ തന്നെ ഞങ്ങൾ പൊതിച്ചോറ് കെട്ടി ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ. ഈശോയ്ക്കും മാതാവിനും കോടാടി കോടി നന്ദി.